എന്തുകൊണ്ടാണ് കരിക്കകം ദേവീക്ഷേത്രത്തിലെ മഹാചാമുണ്ടേശ്വരി, രക്തചാമുണ്ടേശ്വരി, ബാലചാമുണ്ടേശ്വരി ഉള്ളതെന്നറിയാമോ? ഇതിനും ഓരോ കഥയുണ്ട്. അപ്പോൾ അതിൻ്റെ കഥയാണ് ഇന്ന്. കരിക്കകം ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. രാജാവിൻ്റെ ഭരണകാലത്ത് രാജാവിൻ്റെ നീതിനിർവഹണ ക്ഷേത്രമായാണ് ഈ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. വേറൊരു പേരും കൂടെ ഈ കരിക്കക ക്ഷേത്രത്തിന് പറയുന്നുണ്ട്. അതായത് പരീക്ഷണ ക്ഷേത്രമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. 7 ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രാധാനിയാണ് കാളി അവതാരമായ ചാമുണ്ടേശ്വരി അല്ലെങ്കിൽ ചാമുണ്ട ദേവി എന്നും അറിയപ്പെടുന്നുണ്ട്. ദേവി ഭാഗവതം, ദേവി മഹാത്മ്യം എന്നീ ഗ്രന്ഥത്തിൽ അറിയപ്പെടുന്നത് സുംഭനിസുംഭന്മാരുടെ യുദ്ധവേളയിൽ ദേവി പരാശക്തിക്ക് തുണയേകുവാനാണ് മറ്റൊരവതാരമായി പരാശക്തി ഇവിടെ അവതരിച്ചെന്നുള്ളൊരു കഥയും കൂടെയുണ്ട്. അതായത് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അമരത്വം കൊതിച്ച രാക്ഷസ സഹോദരന്മാരായ ശുംഭനും നിശുംഭനും അതികഠിനമായ വ്രതം വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ മഹാബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും എന്തു വരമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന ചോദ്യത്തിന് രണ്ടുപേരും ഒരേ ഒരു ഉത്തരമാണ് പറഞ്ഞത്: ഞങ്ങളെ മൃത്യു തീണ്ടരുത്. അങ്ങനെ ഒരു വരം നൽകാനുള്ള തൻ്റെ പരിമിതിയെക്കുറിച്ച് ബ്രഹ്മാവ് അവരെ അറിയിച്ചു. സ്വന്തം പൗരുഷത്തിലും ശക്തിയിലുമുള്ള അഹങ്കാരവും സ്ത്രീകളോടുള്ള പുച്ഛവും അവരുടെ ശക്തിയെക്കുറിച്ചുള്ള അജ്ഞാനവും കാരണം അവർ ഇങ്ങനെ പറഞ്ഞു: എങ്കിൽ ഞങ്ങളുടെ മരണം ഒരു പെണ്ണിൻ്റെ കൈകൊണ്ട് മാത്രമായിരിക്കണം. ഇത് കേട്ട ബ്രഹ്മാവ് ഉള്ളിലൊരു പുഞ്ചിരിയോടെ അനുഗ്രഹിച്ചു. വരപ്രാപ്തിക്ക് ശേഷം ഗുരുവായി ശുക്രനെ അവരോധിച്ചു. ശുംഭൻ രാജാവുമായി. ശുംഭനിശുംഭന്മാർക്ക് സഹായിയായി ചണ്ഡനും മുണ്ടനും രക്തബീജനും ധൂമ്രലോചനും ഉണ്ടായിരുന്നു. മനുഷ്യർക്കോ ദേവന്മാർക്കോ തങ്ങളെ കൊല്ലാൻ കഴിയാത്ത അനുഗ്രഹമുണ്ടായിരുന്ന ശുംഭാനിശുംഭന്മാർ ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കി സ്വർലോകം പിടിച്ചെടുത്തു. ഇന്ദ്രന്റെ രാജ്യം നശിപ്പിക്കുകയും ചെയ്തു. പ്രാണനും കൊണ്ടോടിയ ദേവന്മാർ ദേവഗുരുവായ ബൃഹസ്പതിയോട് സങ്കടം ഉണർത്തിച്ചു. ആപത്ത് വരുമ്പോൾ ജഗദീശ്വരിയായ ഭഗവതിയെ സ്മരിക്കണമെന്ന് ഗുരു ഉപദേശിക്കുകയും ചെയ്തു. അപ്രകാരം അവർ സാക്ഷാൽ ആദിപരാശക്തിയായ പാർവതിയോട് സങ്കടമുണർത്തിക്കുകയും അസുരന്മാരെ നേരിടാൻ ശ്രീ പാർവതി ദേവി തീരുമാനിച്ചു. സ്വയം ചണ്ഡികയുടെ രൂപത്തിൽ അവർ ശത്രുപുരിക്ക് സമീപത്ത് എത്തി. രൂപം മാറി അവിടെ ഊഞ്ഞാലിലിരുന്ന് ഭഗവതി മനോഹരമായ ഗാനമാലപിച്ചു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ചണ്ഡനും മുണ്ടനും പാട്ടുപാടുന്ന അതിസുന്ദരിയെക്കുറിച്ച് ശുംഭാനുശുംഭന്മാരോട് അറിയിച്ചു. ശുംഭൻ തൻ്റെ ദൂതനെ അയച്ച് പരാശക്തിയോട് എത്രയും വേഗം തൻ്റെ ഭാര്യയാവാൻ ആവശ്യപ്പെട്ടു. കാലാതീതമായ ആ മഹാദേവി ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നു എന്നോർത്ത് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവൻ്റെ ഭാര്യയാകുവാൻ തയ്യാറാണ് എന്ന് നീ നിൻ്റെ യജമാനോട് പറയുക. ദൂതനിൽ നിന്നും വിവരമറിഞ്ഞ സുംഭനും നിസുംഭനും കോപം കൊണ്ട് വിറച്ചു. തൻ്റെ സൈന്യാധിപരിൽ ഒരാളായ ധൂമ്രലോചനോട് ഇങ്ങനെ ആജ്ഞാപിച്ചു: ഹേ ധൂമ്രലോചന, മഞ്ഞുമൂടിയ ഈ ഹിമാലയ പർവ്വതത്തിൽ അതിസുന്ദരിയായ സ്ത്രീ അവിടെയുണ്ട്. അവളെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരിക. ഈ യാത്ര നീ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അവൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളോട് നിങ്ങൾ ശക്തമായി പോരാടുക. അവളുടെ മുടിയെ പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുവരിക. അങ്ങനെ ധൂമ്രലോചനൻ ഹിമാലയത്തിൽ പോയി ദേവിയോട് സംസാരിച്ചു. അല്ലയോ സ്ത്രീയെ, എൻ്റെ യജമാനനെ വിവാഹം കഴിക്കുക. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. 60,000 അസുരന്മാർ എൻ്റെ കൂടെയുണ്ട്. ഭഗവതി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ധൂമ്രലോചനൻ അവളുടെ നേരെ പാഞ്ഞെടുത്തു. പക്ഷേ ഭഗവതിയുടെ അലർച്ചയിൽ തന്നെ അവൻ ദഹിച്ചുപോയി. പിന്നെ സുംഭനും നിസുംഭനും അയച്ചത് ചണ്ഡനും മുണ്ടനും എന്ന് പറയുന്ന 2 അസുരന്മാരായിരുന്നു. ചണ്ഡനും മുണ്ടനും ദേവിയുടെ അടുത്തെത്തിയപ്പോൾ ദേവി സിംഹത്തിന് പുറത്ത് ചക്രവും ത്രിശൂലവും ഏന്തി ഗംഭീര രൂപമായിരിക്കുന്ന ദേവിയോട് അവർ ഇങ്ങനെ ഹേ സ്ത്രീയെ, നീ വേഗം പോയി സുംഭനെയും നിസുംഭനെയും ചെന്ന് സമീപിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഗണങ്ങളും സിംഹത്തോടും കൂടി ഞങ്ങൾ നിങ്ങളെ കൊല്ലും. സ്ത്രീയെ, അവനെ നിങ്ങളുടെ ഭർത്താവായി തിരഞ്ഞെടുക്കുക. എങ്കിൽ നിങ്ങൾ കാരണം ദേവന്മാർ അപൂർവമായ മഹത്തായ ആനന്ദം കൈവരിക്കും. ഇതു കേട്ട ദേവി അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സാക്ഷാൽ ദേവങ്ങൾക്ക് പോലും പൊരുൾ മനസ്സിലാകാത്ത പരംപൊരുളായ പരമേശ്വരൻ്റെ പ്രകൃതിയാണു ഞാൻ. എൻ്റെ ഭർത്താവായി മറ്റൊരാളെ എങ്ങനെ തിരഞ്ഞെടുക്കും? സ്നേഹത്താൽ മതിമറന്നാലും ഒരു സിംഹത്തിൻ്റെ ഇണയായി കുറുക്കനെ തിരഞ്ഞെടുക്കാമോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ പടക്കളത്തിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ പോരാടുക. അത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. പാഞ്ഞെടുത്ത അസുരന്മാരെ കണ്ട് കോപം പൂണ്ട ദുർഗയുടെ പുരികക്കൊടി വില്ലുപോലെ വളഞ്ഞുയർന്നു.
അതിൽ നിന്നും ഉഗ്രരൂപിയായ ഒരു ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. ചണ്ഡികയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ആ കാളിയായിരുന്നു. അതിൻ്റെ അവസാനത്തിൽ കാളി ചണ്ടനെയും മുണ്ടനെയും തലയിൽ പിടിച്ച് ചണ്ഡികയുടെ അടുത്ത് ചെന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ നിനക്കായി കൊണ്ടുവന്ന ചണ്ടൻ മുണ്ടൻ എന്നീ 2 മഹാമൃഗങ്ങൾ. നീ തന്നെ ഇവരെ വധിക്കുക. അങ്ങനെ ദേവി പരാശക്തി ഇരുവരെയും വാളുകൊണ്ട് വധിച്ചു. അന്നു മുതൽ ഭഗവതി ചാമുണ്ടിയായി. സുംഭാനിസുംഭന്മാർ എന്നിട്ടും നേരിട്ട് യുദ്ധത്തിനിറങ്ങിയില്ല. പകരം രക്തബീജനെ അയച്ചു. ഇവന്റെ യാതനകളാൽ ഉഴലുകളായിരുന്ന ലോകജനത രക്തബീജന് ഒരു പ്രത്യേക തരം വരം ലഭിച്ചിട്ടുണ്ട്. ഇവനെ അത്ര വേഗം ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. രക്തബീജന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ തൊടുമ്പോൾ അതിൽ നിന്നും ഒരു പുതിയ രക്തബീജൻ ഉയർന്നു വരും. ദേവിക്ക് യുദ്ധം ജയിക്കാൻ ഓരോ തുള്ളി ചോരയിൽ നിന്നായി 1000 പേർ ഉയരുന്നത് തടഞ്ഞേ തീരൂ. അങ്ങനെ ദേവി തന്നോടൊപ്പമുള്ള കാളിയോട് ഇപ്രകാരം പറഞ്ഞു, ഇപ്പോഴുയർന്ന സകലരെയും നീ ഭക്ഷിക്കുക. ഇനി അവൻ്റെ ചോര താഴെ വീഴാതെ മുഴുവനായി പാനം ചെയ്യുകയും വേണം. ഇങ്ങനെ പറഞ്ഞ് ചണ്ഡിക രക്തബീജനെ വാളുകൊണ്ട് അരിഞ്ഞ് കഷണങ്ങളാക്കി. ദുർഗ പ്രഹരിക്കുന്നതോടൊപ്പം അവൻ്റെ രക്തം ഭൂമിയിൽ വീഴും മുന്നേ താഴെ വീഴാതെ ഓരോ തുള്ളിയും കാളിപ്പാനം ചെയ്തു. അങ്ങനെ ഭഗവതി ദുർഗാ പരമേശ്വരിയുടെ ഏറ്റവും ഭീമത്സ അവതാരമായ കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ഭദ്രകാളി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത്. രക്തബീജൻ്റെ രക്തം നിലത്ത് പതിക്കാതിരിക്കാൻ പാത്രത്തിൽ രക്തം പിടിച്ചെടുത്ത് അത് കുടിച്ചു തീർത്ത കാളിയെ രക്തചാമുണ്ടി എന്നും അറിയപ്പെട്ടു. രക്തബീജന്റെ മരണശേഷം കോപാകുലനായ ശുംഭാനിശുംഭന്മാർ വലിയ ആയുധങ്ങളുമായി ദേവിയെ ആക്രമിച്ചു. എന്നാൽ ദേവിയുടെ അസ്ത്രങ്ങൾ കൊണ്ട് എല്ലാം നശിപ്പിച്ചു. അവസാനം സിംഹത്തിൻ്റെ പുറത്തേറി വന്ന ദേവി തൻ്റെ ത്രിശൂലം കൊണ്ട് ശുംഭാനിശുംഭന്മാരുടെ നെഞ്ച് പിളർന്ന് അവരെ വധിക്കുകയും ചെയ്തു.